ഉത്തരാഖണ്ഡിൽ ട്രക്കിങ്ങിനിടെ മലയാളി യുവാവ് മരിച്ചു. ഇടുക്കി കമ്പിളിക്കണ്ടം സ്വദേശി അമൽ മോഹനാണ് മരിച്ചത്. ഗരുഡ് പീക്കിൽ ട്രക്കിംഗ് നടത്തുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അമൽ മോഹൻ അടക്കമുള്ള 8-അംഗ സംഘം ബാംഗ്ലൂരിൽ നിന്നും ഉത്തരാഖണ്ഡിലേക്കുള്ള പ്രയാണം ആരംഭിച്ചത്. ഉത്തരാഖണ്ഡ്, ഹിമാലയം, ഋഷികേശ് തുടങ്ങിയ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്നു. ട്രെക്കിംഗ് നടന്നതിന് ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി 1 മാസമായി കടുത്ത പരിശീലനവും അടിമാലിയിൽ ജീറ്റ് കുനേദോ അക്കാദമിയിൽ അമൽ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഗരുഡ് പീക്കിലേക്കുള്ള സാഹസിക ട്രെക്കിംഗ് സംഘം നടത്തിയത്. എന്നാൽ ഉയരത്തിലേക്ക് എത്തിയപ്പോൾ അമൽ മോഹന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. തുടർന്ന് സംഘത്തിലൊപ്പമുണ്ടായിരുന്ന മറ്റൊരു മലയാളി യുവാവ് കൊല്ലം സ്വദേശി വിഷ്ണു MRF സംഘത്തിന്റെ ബേസ് ക്യാമ്പിലെത്തി വിവരം അറിയിച്ചതിനെ തുടർന്നാണ് അമലിനെ ബേസ് ക്യാമ്പിലെത്തിച്ചത്. എന്നാൽ ശ്വാസതടസ്സമടക്കമുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുകയായിരുന്നു. ഇന്നലെ പുലർച്ചെയാണ് മരണം സ്ഥിരീകരിച്ചത്. ഉയരമുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ശ്വാസതടസ്സമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഗരുഡ പീക്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് ട്രക്കിങ്ങിന് പോയത്. അവർ 4 പേരുണ്ടായിരുന്നാണ് പറഞ്ഞത്. ട്രക്കിങ് കഴിഞ്ഞതിന് ശേഷം ഗരുഡ പീക്സിന് മുകളിൽ വെച്ച് ശ്വാസതടസ്സം ഉണ്ടായി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. തിരിച്ച് ഇറങ്ങുന്ന വഴിക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി. അവരൊരു ബേസ് ക്യാമ്പിലേക്ക് എത്തിയപ്പോഴത്തേക്കും ആൾക്ക് പെട്ടെന്ന് വല്ലാത്ത ബുദ്ധിമുട്ട് വന്നു, ശ്വാസതടസ്സം വന്നു. ചെയ്യാവുന്ന അവർക്ക് അവിടുന്ന് പരിമിതമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതെല്ലാം ചെയ്തു എന്നാണ് കൂടുതലുണ്ടാകുന്ന വിഷ്ണു എന്ന് പറയുന്ന ആൾ നമ്മളോട് അറിയിച്ചേക്കുന്നത്. പുള്ളിയുടെ സുഹൃത്താണ്, അമലിന്റെ സുഹൃത്താണ്. ഇന്നലെ വെളുപ്പിന് 2:30 മരണപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ വിവരം കിട്ടിയിരിക്കുന്നത്. മൃതദേഹം തിരികെ എത്തിക്കാൻ സുഹൃത്തുക്കൾ സഹായം തേടിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഓഫീസും സംസ്ഥാന സർക്കാരും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമായാൽ ഉടൻ മൃതദേഹം എയർലിഫ്റ്റ് ചെയ്യുമെന്ന് ജില്ലാ അധികൃതർ അറിയിച്ചു. സംസ്ഥാന സർക്കാർ ഉത്തരാഖണ്ഡ് സർക്കാരുമായി ആശയവിനിമയം നടത്തി. മലമുകളിലുള്ള ഒറ്റപ്പെട്ട പ്രദേശമായതിനാൽ സഹായം എത്തിക്കാനും ആശയവിനിമയം നടത്താനും വൈദ്യസഹായം നൽകാനും പ്രയാസം നേരിട്ടത് വെല്ലുവിളിയായി. ഇപ്പം നിലവിലെ അവസ്ഥ, ദ്രോണഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ഹെലിപ്പാഡിൽ വരെ അമലിനെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഹെലികോപ്റ്റർ വഴിയുള്ള ഇവാക്വേഷൻ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ഹെലികോപ്റ്റർ ഇപ്പോൾ നമ്മൾ അറിഞ്ഞത് കേദാറിൽ എത്തി അവിടെ വെയിറ്റ് ചെയ്യാണ്. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഈ ഹെലിപ്പാഡിലേക്ക് വരാൻ പറ്റിയിട്ടില്ല നിലവിൽ ഇതുവരെ. അപ്പോൾ രാവിലെ മുതൽ അവർ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഈ ദ്രോണഗിരിയിൽ വെയിലുള്ളതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ടുണ്ടാകാൻ, മൃതദേഹത്തിന് വരുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയെങ്കിലും ഇത് ജോഷിമഠ് വരെ എത്തിച്ചിരുന്നെങ്കിൽ നമുക്ക് ജോഷിമഠിൽ നിന്ന് ഡെറാഡൂണിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹെലികോപ്റ്ററിന്റെ ഒരു അവൈലബിലിറ്റിയാണ് പ്രശ്നം. കാലാവസ്ഥ പ്രതികൂലമാണെന്നാണ് നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞത്. അവിടെ എല്ലാവരും നിസ്സഹായരാണ്, നമ്മളും നിസ്സഹായരാണ്. എന്നാൽ ഇപ്പോൾ സംഘത്തിലുണ്ടായിരുന്ന മറ്റു യുവാക്കളും പ്രദേശവാസികളും ചേർന്ന് സ്വകാര്യ ഹെലികോപ്റ്ററിൽ മൃതദേഹം ജോഷിമേട്ടിലെത്തിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ അല്പമെങ്കിലും അനുകൂലമായി നിലനിൽക്കുന്ന കാലാവസ്ഥ പ്രതികൂലമായാൽ മൃതദേഹം പുറത്തെത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.